ഒരു പുരുഷനെ പൂർണ്ണമായും സംരക്ഷിക്കാനും സഹായിക്കാനും ഭാര്യക്കല്ലാതെ ആർക്കാ പറ്റുക? ഉമ്മാക്ക് പറ്റൂ. പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഉമ്മാക്ക് പറ്റൂ, അവന്റെ ഉമ്മാക്ക് പറ്റൂ. അവന്റെ ആൺമക്കൾക്ക് പറ്റൂ, അവന്റെ പെൺമക്കൾക്ക് പറ്റൂ, ആർക്കും പറ്റൂല. അത് ഭാര്യയ്ക്കേ പറ്റൂ. പടച്ചോൻ വെറുതെ ഉണ്ടാക്കിയ സംവിധാനമല്ല സഹോദരങ്ങൾ. ഒരു സ്ത്രീയെ പരിചരിക്കാൻ ആർക്കാ പറ്റുക? ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവളെ നോക്കാൻ അവളെ ഉമ്മക്ക് പറ്റൂ, പെമ്മക്കൊക്കെ പറ്റൂ. അതിനൊക്കെ പരിമിതികളുണ്ട്. ചിലപ്പോൾ നമ്മൾ അനുവദിച്ചു കൊടുത്തു എന്ന് വരാം, പക്ഷെ ഇതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം സഹകരിക്കാൻ പരിമിതികളില്ല. അത് അള്ളാഹു നമുക്ക് വെച്ച ഒരു അനുഗ്രഹമാണ്, ഒരു സന്തോഷമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാടും ഈ ഒരു കാര്യവും അവസ്ഥയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പരസ്പരമുള്ള സ്നേഹം. അത് ആ ഭർത്താവ് ചെയ്തു കൊടുക്കുന്ന കാര്യം ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അത് നിർവഹിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ പരലോകത്ത് അയാൾ ഉത്തരം പറയേണ്ടി വരും. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്റെ ഭാര്യയ്ക്ക് ഒരു സ്വൈരം ഞാൻ കൊടുക്കാതെന്നാൽ എന്നോട് പടച്ചോൻ ചോദിക്കും. എന്റെ ഭാര്യന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കും. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അമാനത്തുകൾ, കരാറുകൾ അതവർ പാലിച്ചു പോലും. എന്തൊരു കരാറ്! എന്താ സഹോദരങ്ങൾ അതിനേക്കാൾ വലിയ കരാറ്? ഒരു പെൺകുട്ടിനെ നോക്കി വളർത്തുന്ന വാപ്പന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഏറ്റെടുത്തു എന്ന് ആയിരങ്ങളെ സാക്ഷിയാക്കി നിക്കാഹിന്റെ സദസ്സിൽ അള്ളാഹിന്റെ പേരുച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കരാറെന്താ? നാളെ പരലോകത്ത് പടച്ചോൻ ചോദിക്കൂലേ, നിനക്ക് സാധിച്ചിട്ടും നിനക്ക് കഴിഞ്ഞിട്ടും നീ നിന്റെ ഭാര്യന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയോ എന്നൊരു ചോദ്യം ഉണ്ടാവും സഹോദരങ്ങളെ. ഒരു മനുഷ്യന് കുറ്റമാവാൻ എന്തു മതി അറിയൂ? അവനെ ഏൽപ്പിക്കപ്പെട്ടതിനെ പാഴാക്കി കളഞ്ഞാൽ മാത്രം മതി. അത് മാത്രം മതി പരലോകത്ത് കുറ്റകരമാണ്. ഈ ബോധം ഒരു പുരുഷനുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ വീട് നന്നായി. അതേ പറഞ്ഞ ദീനോട് പരിഹരിക്കുന്നു. ഇനിയിപ്പോ ഒരു സ്ത്രീന്റെ കാര്യം ആലോചിച്ചു നിങ്ങൾ. പല സ്ത്രീകളും എങ്ങനെ വെച്ചാൽ, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ഈ പുരുഷന്മാര് ഭയങ്കരമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ, ഉണ്ടാവും ഒരു സ്വാതന്ത്ര്യം. എനിക്കെന്റെ വാപ്പനോടും ഉമ്മനോടും ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം അതുണ്ടാവൂലേ? സ്വന്തം ഭർത്താവിനോടൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല സഹോദരങ്ങൾ. എന്തു പറയാനും എന്ത് സംസാരിക്കാനും എത്ര അടുത്തിടപെടാനും സ്വാതന്ത്ര്യം ഉണ്ട്. ഈ സ്വാതന്ത്ര്യവും ഈ അവസ്ഥയും എന്താ നിങ്ങൾ എന്ത് നിലക്കുള്ള ദേഷ്യപ്പെട്ട് വർത്താനം പറയാനും അയാൾ പറയുന്നൊക്കെ ചാടിക്കയറി മറുപടി പറയാനും എന്ത് പറയുമ്പോഴേക്കിനൊക്കെ അതിലൊക്കെ ദേഷ്യപ്പെടാനും ഇതിനൊന്നുള്ള സ്വാതന്ത്ര്യമല്ല അത്. കാരണം എന്താ അറിയും? ഒരു സ്ത്രീ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് അവളുടെ ഭർത്താവിനെയാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും അധികം കടപ്പാട് അവളുടെ ഭർത്താവിനോടാണ്. ഒരു പുരുഷൻ ഏറ്റവും വലിയ കടപ്പാട് അവന്റെ ഉമ്മയോടാണ്. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവുമായുള്ള ബന്ധം എത്രമാത്രം നല്ലതാണോ അതാണോ നാളെ നിങ്ങളുടെ പരലോകവും സ്വർഗം തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകം. ഞാൻ ഇവിടുത്തെ കാര്യം നടന്നു പോകാനല്ല, നാളെ പരലോകത്ത് സ്വർഗം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ തൃപ്തി, സന്തോഷം അതനുസരിച്ച് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞത് ഭർത്താവിനോട് സംസാരിക്കാൻ പാടില്ലെന്ന്, വർത്താനം പറയാൻ പാടില്ലെന്ന്. ഒരു ആദരിക്കപ്പെടേണ്ട ഒരാളോട് കാണിക്കേണ്ട ആദരവ് തോന്നണം. ഞാൻ പലപ്പോഴും പല സുഹൃത്തുക്കളുമായും പല ഭർത്താക്കന്മാരുമായും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു വേദന, എൻ്റെ സഹോദരിമാരറിയാൻ വേണ്ടി പറയാം, അവരൊക്കെ ഒരു വേദന എന്താന്ന് വെച്ചാൽ, ഒരു നമ്മൾക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന, ഒരു നിലയും വിലയുണ്ടല്ലോ, അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വെച്ചാൽ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോടൊരു അനാദരവ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഉമ്മ നിലയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു ബഹുമാനവും ഒരു ആദരവും കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ബഹുമാനവും ആദരവും എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ? ദേഷ്യപ്പെട്ട് വർത്താനം പറയാം, പറഞ്ഞതിനൊക്കെ മറുപടി പറയാം, എന്തുപദേശിച്ചാലും തിരിച്ചു പറയാം, ഒന്നും പറഞ്ഞാൽ കേൾക്കാതിരിക്കാം. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ പറ്റൂല. അനുസരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2 വാക്കാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ യോഗ്യത. സ്വർഗത്ത് പോകാനുള്ള ഒരു യോഗ്യതയാക്കിയിട്ട് ഒരു സ്ത്രീക്ക് പ്രത്യേകമായി പറഞ്ഞ 2 കാര്യങ്ങൾ എന്താ? ഒന്ന്, അവളുടെ വസ്ത്രങ്ങളെ, മുഖ്യസ്ഥാനങ്ങളെ മറക്കുക. അതായത് ഭർത്താവിനോട് പെരുമാറുന്ന പോലെ, ഭർത്താവിന് കാണിച്ചു കൊടുക്കുന്ന പോലെ, ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. അഹ്സനത്ത് ഫർജഹ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക. ഇത് പെണ്ണുങ്ങൾക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യം. എങ്ങനെ ഡ്രസ്സ് ഇട്ടാലും അത് കുറച്ചൊന്നും ഇങ്ങനെ റെഡി ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തോ ഒരു കുറവുള്ള മാതിരി തോന്നും. അത് എത്ര ശ്രദ്ധിച്ചാലും എത്ര ന്യായീകരിച്ചാലും പൂർണ്ണമായും ശരിയായി എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഹിജാബ്, വസ്ത്രധാരണം. മറ്റൊന്ന് പറഞ്ഞത് അത്താഅത്ത് ബഅലഹാദ, ഭർത്താവിനെ അനുസരിക്കാൻ. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു തത്വമല്ല.
നരകത്തിൽ ഏറ്റവും അധികം സ്ത്രീകളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നബിസ്ലാസം അതിന് പറഞ്ഞ വാക്ക് യക്ഫുർനൽ അഷീർ എന്നാണ്. ഭർത്താക്കന്മാരുടെ അവർ നന്ദികേട് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളും വർത്തമാനങ്ങളും മറുപടികളും പറയുമ്പോൾ ആ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനും ഒന്നും ചെയ്തു തരാത്തവനും തന്റെ കാര്യങ്ങൾ ഒന്നും നോക്കാത്തവനും ആണ്. ഒരു സ്ഥിരം പ്രയോഗം തന്നെ ഉണ്ട്, ഇന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സമയമില്ലല്ലോ, നാട്ടുകാരെല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സമയമുണ്ടല്ലോ എന്നൊരു പക്ഷേ സഹോദരിമാർ സ്ഥിരമായി പറയാനുള്ള ഒരു പ്രയോഗമാണ്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അപ്പൊ എന്തറിയോ, ഭർത്താവിനോടുള്ള ഒരു ആദരവ്, ഒരു ബഹുമാനം, ഒരു സ്നേഹം, അതിന് സഹോദരിമാരെ നിസ്കരിക്കണ പോലെയും നോമ്പൊൽക്കണ പോലെയും കൂലി കിട്ടും എന്ന് നഷ്ടം. മൂപ്പരിങ്ങനെ പറയാം, ഞാൻ അങ്ങനെ കേട്ട് നിൽക്കുക, എനിക്കൊന്നും പറയാൻ പറ്റൂല, ഇതെന്താപ്പത് കഥ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കുറച്ചു നേരം എങ്ങനെയുണ്ട് കേട്ട് നിന്ന് ഒന്ന് സഹിച്ചാൽ ഇനി കൂലി കിട്ടുമെങ്കിൽ ഇപ്പൊ എന്താ, കൂലി കിട്ടുമെങ്കിൽ ഇപ്പൊ എന്താ, യാതൊരു പ്രശ്നമില്ല. ഒന്ന് അത് വിശാല മനസ്സോടുകൂടെ കേൾക്കാൻ, അത് നമ്മുടെ ഭർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് എന്നെ പറയാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ചീത്ത പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു വിമർശനങ്ങൾ വരുമ്പോൾ തൽക്കാലം മറുപടി പറയാതെ ഒന്ന് മനസ്സ് സഹിച്ചു നിൽക്കാൻ, അത് ദീനോണ്ടേ പറ്റുള്ളൂ. അത് ദീനാണ് സഹോദരിമാരെ. അതൊരു സ്ത്രീ മനസ്സിലാക്കിയാൽ ആ സഹോദരിയെ കൊണ്ട് ഒരു പ്രയാസവും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല.